ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. നമസ്കാരം എല്ലാവർക്കും. എന്താ പറയുക, പിന്നെ ഇന്ന് ഞാനൊരു രാജ്യത്തിൻ്റെ ബോർഡർ ക്രോസ് ചെയ്യാൻ പോവുകയാണ്. സീരിയസ്ലി, നമ്മുടെ ഇംഗ്ലണ്ടിൽ നിന്നും വേറൊരു രാജ്യത്തിൻ്റെ ബോർഡർ ക്രോസ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ഈ ബോർഡർ ക്രോസ് ചെയ്യാൻ എനിക്ക് പ്രത്യേകിച്ച് പാസ്പോർട്ട് കാര്യങ്ങളൊന്നും വേണ്ട, അങ്ങനെ പോയാൽ മതി. ഇതേ ഗൈസ്, വെൽക്കം ടു സ്കോട്ട്ലാൻഡ്. യെസ്, നമ്മളിന്ന് പോകുന്നത് സ്കോട്ട്ലാൻഡിലേക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ലണ്ടനിൽ നിന്നും നേരെ വച്ച് പിടിച്ചത്. വരുന്ന വഴിക്ക് ഒരുപാട് സ്ഥലത്ത് കയറി ഒരുപാട് മലയാളികൾ കണ്ടു. അങ്ങനെ ഇനി മുതൽ നമ്മൾ കുറച്ച് ദിവസം കാണാൻ പോകുന്നത് സ്കോട്ട്ലൻഡിലെ കാഴ്ചകൾ കേട്ടോ. പിന്നെ സ്കോട്ട്ലൻഡ് ഒരു കിങ്ഡമാണ്, ഇപ്പോൾ യുണൈറ്റഡ് കിങ്ഡമാണ് UK എന്ന് വെച്ചാൽ സ്കോട്ട്ലൻഡ്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ്, അതുപോലെ ഇംഗ്ലണ്ട്. ഈ ഒരു 4 കിങ്ഡങ്ങൾ കൂടി കൂടിച്ചേർന്നാണ് യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത്. ലണ്ടനൊക്കെ വരുന്നത് ഇംഗ്ലണ്ടിൻ്റെ കീഴിലായിരുന്നു. ഇപ്പം നമ്മൾ പോകുന്നത് സ്കോട്ട്ലാൻഡിൻ്റെ കീഴിലാണ്. അപ്പോൾ ഇത് ഒഫീഷ്യലി പാസ്പോർട്ടൊക്കെ സെയിം ആണ്, പക്ഷെ എന്നാലും ഒരു കിങ്ഡമാണ്, ഒരു രാജ്യമാണ്. അപ്പോൾ ഇതൊരു എൻ്റെ 31ാമത്തെ രാജ്യമായിട്ട് കണക്കാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാനങ്ങനെ പറയുന്നു, കാരണം അവിടെ വേറെ കറൻസി ഉണ്ട്, വേറെ ലാംഗ്വേജ് ആണ്, വേറെ തന്നെ കാര്യങ്ങളാണ് നടക്കുന്നത്. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്കോട്ട്ലാൻഡിൻ്റെ കാഴ്ചകളാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എന്താ പറയുക, നല്ല ക്ലൈമറ്റൊക്കെ മാറി, അവിടെ നല്ല ചൂടായിരുന്നു, ഇവിടെ എത്തുമ്പോഴേക്കും നല്ല തണുപ്പായി. വെടിക്കെട്ട് സീനിയറെ കണ്ടോ, ഇവിടെ സ്കോട്ട്ലാൻഡിൻ്റെ ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വെൽക്കം ടു സ്കോട്ട്ലാൻഡ് ബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാവ്, സൂപ്പർ 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 ക്ലൈമറ്റ്, സൂപ്പർ എല്ലാം സൂപ്പർ. നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. സപ്പോർട്ടിന് ഒരുപാട് നന്ദി. സ്കോട്ട്ലാൻഡിൻ്റെ കാഴ്ചകൾ, സ്കോട്ട്ലാൻഡ് കഴിഞ്ഞ് നമ്മൾ നേരെ അയർലൻഡ് പോകും. അയർലൻഡിൽ നിന്ന് വെയിൽസ് നിന്ന് നേരെ ലണ്ടൻ. ഇതാണ് പ്ലാൻ കേട്ടോ. ഓക്കെ, ഡ്രോൺ ഷൂട്ട് കാണാം കുറച്ച്. പിന്നെ വേറെ എന്താ പറയുക, സ്കോട്ട്ലാൻഡിൽ പോയിട്ട് സ്കോട്ട്ലാൻഡ് പോകുന്ന കാഴ്ചകളാണ്. നല്ല തണുപ്പാണ് ഇങ്ങോട്ട് എൻ്റർ ചെയ്തപ്പം. നല്ല തണുപ്പ് മീൻസ് നല്ല തണുപ്പാട്ടോ. പിന്നെ അവിടെ ഷീപ്സിന് ഒരുപാട് കൂട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത്ര സമയം വന്ന പോലെയല്ല, ഇനി അങ്ങോട്ടേക്ക് നമുക്ക് നോക്കാം. പിന്നെ ഇനി മെയിനായിട്ടെന്ന് വെച്ചാൽ ക്യാമറ ക്ലാരിറ്റിയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും ഇനി അങ്ങോട്ടേക്ക്, കാരണം ഡ്രോൺ ഷൂട്ട് കാര്യങ്ങളായിക്കോട്ടെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇവിടെ അല്ല ബ്രോ, നല്ല തണുപ്പാ. പൊക്ക് സാധനം പൊക്ക് സ്റ്റാർട്ടാക്കിയിട്ട്. കാരണം ഇനി അങ്ങോട്ടേക്ക് സ്കോട്ട്ലാൻഡിൽ ഒരുപാട് സ്നോ ഏരിയാസൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാറുണ്ടെങ്കിൽ നമുക്ക് അത് കവർ ചെയ്യാം. ഒരുപാട് നല്ല നല്ല അടിപൊളി പിന്നെ എന്താ പറയുക സീനറീസ് ഉണ്ട്, അതൊക്കെ നമുക്ക് കവർ ചെയ്യാം. പിന്നെ നേരെ ഓപ്പോസിറ്റ് ആ കാണുന്നത് അത് എന്താ പറയുക, അതെന്താ വെച്ചാൽ വെൽക്കം ടു ഇംഗ്ലണ്ട് എന്നുള്ളൊരു ഇതാട്ടോ. ഇംഗ്ലണ്ടിലേക്കുള്ള എൻട്രൻസ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ശരിക്കും ഇത് രാജ്യം തന്നെയല്ലേ ശരിക്കും സ്കോട്ട്ലാൻഡ്? ഇറ്റ്സ് എ കൺട്രി. അപ്പോൾ ഓക്കെ, നല്ലതൊരു രാജ്യമാണ്. അതെ, വേറെ രാജ്യം. സ്കോട്ട്ലാൻഡ്, വെയിൽസ്, അയർലൻഡ്, പിന്നെ ഇംഗ്ലണ്ട്, 4 രാജ്യം. അപ്പം ഏതായാലും ഞാനിപ്പോൾ കിടക്കുന്നത് 31ാമത്തെ രാജ്യമായ സ്കോട്ട്ലാൻഡിലേക്കാണ്. ഞാൻ എൻ്റെ 3ാമത്തെ രാജ്യമായ സ്കോട്ട്ലാൻഡ്. അതേതല്ലോ ബാക്കി? ഇന്ത്യ, ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ്. നമ്മൾ ജസ്റ്റ് ഒരു വില്ലേജിൽ എൻ്റർ ചെയ്താണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ വ്യൂ കാണിച്ചിടാം. നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. വീടുകളൊക്കെ ഉണ്ട് ഇവിടുത്തെ. നോക്കിയേ, ഒരേ ടൈപ്പ് ഡിസൈൻ വീടുകളാട്ടോ ഉള്ളത്. ആകാശം കണ്ടോ നിങ്ങൾ, നല്ല ക്ലിയർ ആകാശമല്ലേ. ഒരാൾ വണ്ടിയൊക്കെ കഴിയുന്നുണ്ട് ഇവിടെ. ഒരു പരിചയമില്ലാത്ത ആൾക്കാരോടാണ് മൂപ്പര അവിടുന്ന് ഹായ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ വളരെ പീസ്ഫുൾ ആൻഡ് കാം ഏരിയ ആണ്, വളരെ പീസ്ഫുൾ. ഇപ്പഴും കണ്ടോ വീടുകൾ, ഇവിടുത്തെ വീടുകളുണ്ട്. ഇത് കുറച്ചുകൂടി ടൗൺ ഏരിയല്ല, കുറച്ചുകൂടി ഉള്ളേരിയാണ്. അതുകൊണ്ട് വീടുകൾക്ക് ഒരു കുറച്ച് വ്യത്യാസമുണ്ട്, വലിപ്പം കൂടുതലാണ്. അതുപോലെ യാർഡ് സ്പേസ് കൂടുതലാണ്. ആ ഒരു ലോങ് വ്യൂ ഉണ്ടോ നിങ്ങൾ, ആയിട്ട് ഒരു അസാധാരണ വ്യൂ കേട്ടോ അത്. ശരിക്കും ഈ ക്യാമറ കാണുന്നതിനേക്കാൾ ക്ലിയർ ആയിട്ട് നമുക്ക് നേരിട്ടാണ് മനസ്സിലാവും. ഈ വീടുകളൊക്കെ നിങ്ങൾ
ഈ വൈറ്റ് ഹൗസ് ആണ് ഈ വീടിൻ്റെ പേര് പോലെ തന്നെ വെള്ള കളറാണ്, നല്ല പച്ച കളർ വണ്ടി വരുന്നില്ല. പിന്നെ ഇവിടെ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലൊരു സമയത്തിൻ്റെ ഒരു സാധനം കൊടുത്തിട്ടുണ്ടോ, ഘടികാരം മുകളിൽ ടവറിൻ്റെ ഒരു ഡിസൈനിൽ 2 സൈഡും. തിരികെ ഇവിടുന്ന് ഇവിടെ ഒരു മണി കൊടുത്തിട്ടുണ്ടോ, ക്രോഫ്റ്റ് എന്നിട്ട് ഇവിടെ ഒരു മണി കൊടുത്തിട്ടുണ്ട്. ഇവിടെ തിരിച്ചു പക്ഷെ മണി മുട്ടാൻ ആരും ഇല്ല ഇവിടെ, അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല. അതുപോലെ തന്നെ കയറൊന്നുമില്ല, മണി മാത്രമേ ഉള്ളൂ. വളരെ പീസ്ഫുൾ ഏരിയ, എന്താ രസം അല്ലേ. ഇവിടെ മലയാളികളുണ്ടാവും ചാൻസ് ഉണ്ടോ? ഇവിടെ മലയാളീസ് ഉണ്ട് ഈ ഏരിയയിൽ. ഈ ഏരിയയിൽ ഉണ്ടാവില്ല, മെയിൻ സിറ്റീസിലുണ്ട്, എഡിൻബറോ അബർഡീനൊക്കെ. അല്ല, സ്കോട്ട്ലാൻഡ് ഇഷ്ടംപോലെ മലയാളീസ് ഉണ്ട്, അതല്ല ചോദിക്കുന്നത്. ഇപ്പൊ ഇപ്പൊ കണ്ടോ ഈ ഏരിയ ഉണ്ടോ, റെസിഡൻഷ്യൽ ഏരിയ പോലെ കാണുമ്പോൾ ഇത് ഉണ്ടാവും. എന്നാലും മലയാളീസ് എവിടെയെങ്കിലൊക്കെ ആയിട്ടുണ്ടാവും. ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും ഒരു മലയാളി ഉണ്ടാവും പറയാലോ. ഒരു കഷ്ടം മലയാളി ഉണ്ടാവും. യുണൈറ്റഡ് കിങ്ഡത്തിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് ഇംഗ്ലണ്ടിലാണ്, അത് ഏറ്റവും കുറവ് വരുന്നത് ഇവിടെ സ്കോട്ട്ലൻഡിലാണ്. സ്കോട്ട്ലൻഡുകാരുടെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ ഫാമിംഗ് ആണ്. കാരണം ഇവിടെ സിറ്റീസ് വളരെ കുറവാണ്. ഇപ്പം വേണം നമ്മൾ ഈ പോകുമ്പോൾ നോക്കിയാൽ ഫുള്ള് പച്ചപ്പാണ് എല്ലാ സ്ഥലത്തും. വളരെ മനോഹരം എന്ന് വെച്ചാൽ കിടിലും സ്ഥലമായിട്ട്. എനിക്കിപ്പോൾ എൻ്റർ ചെയ്തിട്ടില്ല, എഡിൻബർഗിന് എത്തിയിട്ടില്ല, ഉള്ളേരിയ പോയിട്ടില്ല. ഈ പോകുന്ന ഫീലിങ്ങിൽ ഞാൻ പറയുന്നത് നമ്മൾ കാണാൻ പോകുന്ന ശരിക്കും പച്ചപ്പിൻ്റെ ഒരു രാജാവിനായിരിക്കും. ഫൈനലി നമ്മളങ്ങനെ എഡിൻബർഗ് എത്തിയിട്ടുണ്ട്. എന്താ പറയുക, വളരെ മികച്ച ഒരു കാഴ്ചകളാണ് കാണുന്നത്. ചുമ്പൂടൊക്കെ അടിപൊളി കാഴ്ചയാണ്. ഇങ്ങനെ ഗുഡ്. സോ അപ്പം ഞാൻ കുറച്ച് കിടന്നുറങ്ങി. കാരണം രാത്രി ഉറക്കം വളരെ കുറവാണ്, 4 മണിക്കൂർ ഉറങ്ങുന്നില്ലും. അപ്പോൾ നല്ല കാലാവസ്ഥ, നല്ല തണുപ്പാണ്. പിന്നെ ഇത് സൂര്യായിട്ട് അങ്ങനെ ആ ഒരു മേഘത്തിൻ്റെ ഒക്കെ തണുപ്പിന് അതിൻ്റെ നടുവിലൊക്കെ കുടുങ്ങി. ഇപ്പോൾ ഞാൻ പറഞ്ഞ ശേഷം കുറച്ച് വെളിച്ചം വന്നു. അപ്പോൾ ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നത് നമ്മൾ എഡിൻബറോ എഡിൻബറോ സിറ്റിയാണ് കവർ ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ പിള്ളേരുടെ അടുത്ത് പോകുന്നുണ്ടോ? ഓക്കെ, എഡിൻബറോ സിറ്റിയാണ് കവർ ചെയ്യാൻ. ഇന്നെ കവർ ചെയ്യാൻ കാണും. നമ്മൾ 2-3 ദിവസം മാത്രമേ ഇവിടെ ഇല്ല കേട്ടോ. എല്ലാവരും ഉഷാറായിട്ട് നിൽക്കും. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്കാണ്. താങ്ക് യു. ലണ്ടനിലെ റെഡ് ബസ് പോലെ ഇവിടെ ബസ്സുകളുണ്ട്. റെഡ് ബസ് അല്ലാന്നുള്ളൂ, വേറെ നീലയും കൊച്ചു ബസ്സുകളാണ്. റെഡ് ബസ്സും ഉണ്ട്. വളരെ പീസ്ഫുൾ സിറ്റിയാണ്. ഒരു മനുഷ്യക്കുട്ടി ഇല്ല കേട്ടോ. സംഭവം നെക്സ്റ്റ് ഡേ ആണ്. നമ്മളിപ്പോൾ ഉള്ളത് എഡിൻബറോ കാസ്റ്റിലാണ്. എഡിൻബറോ കാസ്റ്റിൽ ഉള്ളത് പക്ഷേ ഇവിടുത്തെ എഡിൻബറോൻ്റെ പണ്ടത്തെ കൊട്ടാരം കാസ്റ്റിൽ കേട്ടോ. പിന്നെ നമ്മൾ താഴെ ഇവിടെ ഇങ്ങനെ വണ്ടി വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു കാസ്റ്റിലാണ് നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ മുകളിലുണ്ട് മതിൽ, അവിടെ വരെ നമുക്ക് പോകാൻ പറ്റും. ഇവിടെ പുല്ലൊക്കെ വെച്ച്, പുല്ല് വെച്ചതല്ല ഇവിടെ, ഒരു എവിടെയായാലും ഓപ്പൺ സ്പേസിൽ എല്ലായിടത്തും പുല്ല് വരും. പിന്നെ പുല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇവിടെ കിടന്ന് സ്റ്റെപ്പ് കൂടെ അകത്ത് കയറണം. പിന്നെ ഈ കാസ്റ്റിലാണ് എഡിൻബറോ സിറ്റിയുടെ സിറ്റി മീൻസ് ഈ ഒരു ടൗണിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ വേറെ കാര്യം, ഇവിടെ മെയിനായിട്ട് ഇപ്പം ഗ്ലാസ്ഗോ അതുപോലെ എഡിൻബറോ ഇങ്ങനെയൊക്കെയുള്ള 2-3 സിറ്റീസ് ഉള്ളത്. അപ്പം പിന്നെ ഈ എഡിൻബറോ ആണ് ഈ ഒരു സ്കോട്ട്ലാൻഡിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ ലണ്ടൻ എന്ന് പറയുന്നത് അല്ലേ, സ്കോട്ട്ലാൻഡിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇവിടെ എഡിൻബറോ ആട്ടോ. ഇവിടെ ഒരു സ്കോട്ടിഷ് എൻ്റെ ഒരു മ്യൂസിക്, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇവിടെ ഓടുന്നുണ്ട്. പിന്നെ ഇവിടെ സൂവനീർ ഷോപ്പ് ഉണ്ട്, ഇവിടെ സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ വേറെ കാര്യം, സ്കോട്ട്ലാൻഡ് എന്ന് പറയുന്നത് തണുപ്പാണ് അധികം. അപ്പം നിങ്ങളുടെ ആകാശം കണ്ടോ, പ്രത്യേകിച്ച് വെളിച്ചമൊന്നുമില്ല. അപ്പം ഗോപ്രോയിൽ കുറച്ച് ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാകും കേട്ടോ. സോ ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ മുകളിലേക്ക് പോകേണ്ടത്. സോ ഒരുപാട് സ്റ്റെപ്പ് കയറാണ്, കുറച്ചൊന്നുമില്ല.
ഇതൊരു കാസ്റ്റലിൻ്റെ ബോർഡാണ്. നിങ്ങളവിടെ വെൽക്കം ടു എഡിൻബ്രോ കാസ്റ്റൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തൊരു കാര്യം, പല രാജ്യങ്ങളും നമ്മളവിടെ എൻട്രൻസ് ടൈം കൊടുക്കുക, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ. ഇപ്പോൾ ഇതേപോലെ 9, 30, 18 വരെ. പക്ഷേ ഇവിടെ മാസം കൊടുത്തിട്ടുണ്ടോ, ഏപ്രിൽ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെ ആണെങ്കിൽ രാവിലെ 9 മുതൽ വൈകുന്നേരം 6 മണി വരെ. നേരെ മറിച്ച് ഒക്ടോബർ മാസമാണെങ്കിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ. കാണുന്നതോ, ഇത് ശരിക്കും ഇവിടെ വിൻ്റർ ടൈമാണ്, സ്നോ ഒക്കെ വരുന്ന ടൈമാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കാസ്റ്റലിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ശരിക്കും നല്ല ക്രൗഡാണ്, നല്ല ടൂറിസ്റ്റുകളുണ്ട്. ബാക്കിയുള്ള മാസം കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്, പക്ഷേങ്കിൽ ഇപ്പം കുറച്ച് കൂടുതലാട്ടോ. സോ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറാണ്. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരുപാട് കാർ പാർക്കിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ഇത് കാസ്റ്റലിൻ്റെ ഇവിടെയാണ്. പിന്നെ ഈ ഒരു വശം കണ്ടോ, ഒരുപാട് ആൾക്കാർ ഈ ഒരു സൈഡ് വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ നോക്കി നല്ല കിടിലം പോലത്തെ വ്യൂ ആണ്. വ്യൂ എന്ന് വെച്ചാൽ ഈ ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. ഇവിടെ എഡിൻബ്രോ സിറ്റിയുടെ ഒരുവിധം ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. മെയിനായിട്ട് ഇവിടുത്തെ ബിൽഡിങ്സൊക്കെ കണ്ടോ, കളർ കണ്ടോ ഇവിടുത്തെ ബിൽഡിങ്സ്. ഇവിടുത്തെ ക്ലൈമറ്റ് കൊണ്ടാണ് തോന്നുന്നത്. ഇതൊക്കെ ഒരു കരിപിടിച്ച പോലത്തെ കളർ കണ്ടോ. ഇവിടെ അധികം ഈ ഒരു കളർ, ഈ ഒരു ബ്ലാക്ക് ഷേപ്പിലെ ബിൽഡിങ്സുകൾ നമുക്ക് അധികം കാണാൻ പറ്റും. പ്രത്യേകിച്ച് കളർഫുള്ളായിട്ട് പുതിയ പെയിൻ്റ് അടിച്ചൊന്നും എവിടെയും കാണാൻ പറ്റില്ല. ഞാൻ ഇന്നലെയും നോക്കി, ഇന്നും നോക്കി, എവിടെയും എനിക്കത് കാണാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റുമായി ബന്ധപ്പെട്ടായിരിക്കും ഇങ്ങനെ വരുന്നത്. വേറെ കാര്യം കൂടെ ഉണ്ട്, ഇതിനകത്ത് നമുക്കിപ്പോൾ എൻട്രൻസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം ഇവിടെ കോവിഡിൻ്റെ പിന്നെ ലോക്ക്ഡൗൺ വെച്ച് നോക്കുമ്പം ഇവിടെ 2 നമ്പർ 2 ഇവിടെ ഉള്ളത്, ലെവൽ 2 ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഒരു 10% ആൾക്കാർക്ക് മാത്രമേ ഇതിനകത്തേക്ക് പ്രവേശനം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇവിടെ പുറത്ത് വന്നിട്ട് ഫോട്ടോസ് എടുത്ത് പോകുന്നത്. നമ്മളും നോക്കി, നമുക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല, നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളും ആ ഒരു സങ്കടത്തിലുള്ളത്. കാസ്റ്റൽ ഇതിനകത്ത് പിന്നെ ഈ ടിപ്പു സുൽത്താനുമായി പടവെട്ടിയിട്ട് മരിച്ച ഒരു രാജാവിൻ്റെ രാജകുടുംബത്തിൽ കിട്ടിയ ആളുടെ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഇതിനകത്ത് റൂമൊക്കെ ഉണ്ട്. അത് എന്താ പറയുന്നത്, നമ്മൾ മെട്രോയുടെ അവിടെ നിന്ന് ഷിയാസ് ഖാനോട് വിളിച്ച് പറഞ്ഞിരുന്നു അതൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി നമുക്കത് കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഐസ്ക്രീം വണ്ടി ഉണ്ട് ഇവിടെ, ഒരു ഐസ്ക്രീം വണ്ടി മാത്രം ഇവിടെ ഇല്ല കേട്ടോ. ഭയങ്കര സങ്കടമാണ്, കാരണം ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുന്നില്ല. ഒരു കാലത്ത് ബ്രിട്ടീഷ് രാജവംശം, അല്ലെങ്കിൽ ഈ ഒരു സ്കോട്ട്ലൻഡിലെ രാജവംശം, അവർ താമസിച്ചിരുന്ന ഒരു കൊട്ടാരം അവരുടെ. വാവ്, ഇതെങ്ങനെ ഇവർ ഉണ്ടാക്കി നോക്കി, ഫുൾ കല്ലിൻ്റെ ഇതാക്കിയിട്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് എൻട്രൻസ് ഇല്ല. ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാൻ നല്ലോണം വേറെ രക്ഷയില്ല. നല്ല തണുത്ത കാലാവസ്ഥയും. ഇത് കണ്ടോ, ഒരു പാറപ്പുറത്ത്, ഒരു കരിമ്പാറം പുറത്താണ് ഇവരിങ്ങനെ ഒരു കാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഭയങ്കര ഒരു സംഭവം കേട്ടോ. നമ്മൾ നിൽക്കുന്നത് ഒരു പാറപ്പുറമാണ്, പാറയുടെ പുറത്ത്. അവിടെ നിൽക്കേണ്ട മനസ്സിലാവും, പാറപ്പുറത്താണ് ഈ ഒരു കാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഈ രാജ്യം മുഴുവനും കാണാം, അല്ലെങ്കിൽ ഈ ഒരു തലസ്ഥാനം മുഴുവനും കാണാം. അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്. ഇത് അവിടെയും കുറച്ച് മലകളുണ്ട്, കുന്നുമലകളുണ്ട്, അങ്ങനെ മൂലക്കൊക്കെ. അടിപൊളി കേട്ടോ, സൂപ്പർ. സോ ഏതായാലും നമ്മൾ താഴേക്ക് നോക്കാം. ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ലെവൽ 2 കോവിഡ് ആയതുകൊണ്ട് നമുക്ക് എൻട്രൻസ് കിട്ടുന്നില്ല. റോഷൻ ബ്രോ ഒരുപാട് അവിടെ പോയി സംസാരിച്ചു. അവരെന്താ പറയുന്നത്, ലെവൽ 2 അതിനെക്കൊണ്ട് ഇവിടെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ്. അപ്പം ഒരു 1 വീക്ക് മുന്നേ ഒക്കെ ടിക്കറ്റ് ഇവിടെ സോൾഡ് ഔട്ട് ആയിരിക്കണം. നോർമൽ കേസിൽ 2000-3000 പീപ്പിൾ ഒക്കെ വിസിറ്റ് ചെയ്യുന്ന കാസ്റ്റിലാണ്. പക്ഷെ അതൊക്കെ അതിന്റെ 5 to 10% ഇല്ലാന്ന് പറയുന്നത്. ടിക്കറ്റ് ഇപ്പോൾ സോൾഡ് ഔട്ട് ചെയ്തു. ഓക്കെ ഫൈൻ. പിന്നെ ഈ ഒരു ഡ്രസ്സ് കണ്ടോ, ഇതേ ഇട്ട് വരുന്നത് ഒരു പാവാട പോലത്തെ ഒരു വസ്ത്രം. അത് ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സാണ്. മൂപ്പര് ഒരു ഗൈഡാണ് തോന്നുന്നത്, കഴുത്തിൽ ടാഗലും കാണും. യെസ്, ഇതുപോലെ ഡ്രസ്സ് കാണണമെന്നുണ്ടെങ്കിൽ ഭൂട്ടാനിൽ പോയാൽ മതി. ഭൂട്ടാനിലെ ആൾക്കാർ ഇതേപോലെ ഡ്രസ്സ് ഇടുന്നുണ്ട്. അപ്പോൾ അവിടെ പോലത്തെ ഡ്രസ്സ്, കുപ്പായമുണ്ട് വേറെ തന്നെ പുറത്തിടുന്നത്. അപ്പം നമ്മൾ വന്ന വഴി ഇറങ്ങാൻ പോവുകയാണ്. പ്രത്യേകിച്ച് മാസ്കും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ കോവിഡിൻ്റെ ലെവൽ 2 ആണെന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇവർ കൊടുത്തിട്ടില്ല. ആൾക്കാരെ ഫ്രീ ആയിട്ട് അങ്ങ് വിടില്ലേ. എന്നിട്ട് ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ അവർ സ്വയം കരുതിയെടുക്കുക, അത്ര തന്നെ. ഈ ഒരു വസ്ത്രം നോക്കി, ഉള്ളിൽ ഒരു ലെഗിൻസിൻ്റെ പേരും പുറത്തൊരു ട്രൗസറും. പക്ക ടൂറിസ്റ്റ് ഏരിയ കേട്ടോ. Normally they have like 10,000 visitors per day, but due to COVID level 2, you put down restrictions, isn't it? 1400. They put down to 1400. 1400 1400 കേട്ടോ. 10,000 മുകളിൽ ആൾക്കാരുണ്ട്. അത് നേരെ അവർ കുറച്ചിട്ട് 1400 കൊണ്ടുവന്നിട്ടോ. താങ്ക് യു. ഓക്കെ, പറ. അപ്പോൾ ഇവിടുത്തെ നാഷണൽ ആനിമൽ ഏതെന്ന് അറിയാമോ? ഏതാ? സ്കോട്ട്ലാൻഡിന്റെ നാഷണൽ ആനിമൽ എന്ന് പറയുന്നത് ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു ആനിമലാണ്. അത് യൂണിക്കോൺ. യൂണിക്കോൺ ആണ് സ്കോട്ട്ലാൻഡിന്റെ നാഷണൽ കൊമ്പുള്ള കുതിര. You know why? It's because it's a symbol of peace and മലയാളം മതി.
അത് നമ്മുടെ സമാധാനത്തിന്റെ ഒരു ചെമ്മരിയാടാണ് നമ്മുടെ ചെമ്മരിയാടല്ല, യൂണിക്കോൺ കുതിര, കൊമ്പുള്ള കുതിരയാണ്. അതാണ് ഇവിടുത്തെ നാഷണൽ ആനിമൽ. നാഷണൽ ആന്തം അല്ല, നാഷണൽ മൃഗം. നാഷണൽ ആനിമൽ അങ്ങനെ പറ. നാഷണൽ ആന്തം എന്ന് പറഞ്ഞാൽ മാറിപ്പോയില്ല, ജനഗണമനയിപ്പോയി. സോ ആക്ച്വലി റാഷി ഇവിടെയാണ് കേട്ടോ, റൌഫ് ഇവിടെയാണ് വളർന്നത്, സ്കോട്ട്ലാൻഡിലാണ് വളർന്നത്. ഇവനിപ്പോൾ ലണ്ടനിലേക്ക് മാറിയതാണ്. അങ്ങനെയും പറയാം. ഈ ബിൽഡിങ്സ് ആണല്ലോ അടുത്തുള്ള. ഒരാള് ഒരു പൗണ്ട് വെച്ച് കൊടുത്താൽ മതി, ഒരു 100 ആള് കാരണം 100 പൗണ്ട്. അപ്പൊ അതുകൂടെ മൂപ്പരങ്ങ് ജീവിച്ചോളും. അത് വല്ലാതെ സംഭവം. കാരണം ചില കണ്ട് നിങ്ങൾ സാധാരണ പോലെ വായുവാണ്, നമ്മൾ ഊതുന്ന അനുസരിച്ചിട്ടാണ് അതിന്റെ പവർ വരുന്നത്. അപ്പം ഊതി 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 ഊതിയിട്ടാണ് സൗണ്ട് വരുന്നത്. ഞാൻ ഇത് തുടങ്ങാൻ പോകുന്നു. എനിക്ക് നല്ലൊരു കണക്കിന് അതാണല്ല, നാട്ടുകാർ ഓനായിട്ട് ചെണ്ട പൊട്ടുവിടാം. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ, എല്ലാവരും നിന്ന് നോക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ എല്ലാവരോടാണ്, നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ സ്ട്രീറ്റിൽ ഇതുള്ള സ്ട്രീറ്റ് ആർട്ടിസ്റ്റുകൾ, ചിലപ്പോൾ അവർ പാട്ട് പാടുന്നുണ്ടാവും, ചിലപ്പോൾ ചെണ്ട മുട്ടുന്നുണ്ടാവും, ചിലപ്പോൾ വേറെ ചെയ്യുന്നുണ്ടാവും. അങ്ങനത്തെ സ്ട്രീറ്റ് ആർട്ടിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും എന്തെങ്കിലും കൊടുക്കണം കേട്ടോ. കൊടുക്കാണ്ട് നിങ്ങൾ ഫോട്ടോസ് എടുത്തിട്ട് വരാൻ പാടില്ല, അത് വളരെ തെറ്റാണ്. നിങ്ങൾ എന്തെങ്കിലും അവർക്ക് കൊടുത്ത് പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷം, അല്ലെങ്കിൽ അവർക്കൊരു വിഷമം എടുക്കണം. അവരുടെ ജീവിതം അതിൻ്റെ മുകളിലുള്ളത്. ഓക്കെ, ഈ സ്ട്രീറ്റാണ്. ഇവിടെ ഇപ്പം വെയിൽ വന്നതിന് കുറച്ചും കൂടി നല്ല വെളിച്ചം വരാണെങ്കിൽ കാഴ്ച കൂടാൻ തുടങ്ങി. രണ്ടാൾ പിന്നെ ഇരുന്നിട്ട് ഇങ്ങനെ കമ്പനി ആക്കിയിട്ട് മൊബൈലിലും കളിക്കുന്നുണ്ട്. വണ്ടി ഇവിടെ അല്ലേ? ഓക്കെ, നമ്മൾ ഈ ഒരു സ്ട്രീറ്റിൻ്റെ മറ്റേ വശത്തേക്കാണ് നടക്കുന്നത്. പിന്നെ മലയാളി ഒരു നമ്മളെ ഫോളോവർ കേട്ടോ, ഇപ്പം വെച്ച് കണ്ടതാ. റാശി മറ്റേ കൊടി പിടിച്ച് കിടക്കുന്ന 360 ക്യാമറയിലും പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, നല്ല വിഷ്വൽസിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ശരിക്കും ഒരു പുരാതന സിറ്റിയിൽ പോകുന്ന ആ ഒരു ഫീൽ ഉണ്ട് നമുക്ക്. ആ കളർ, ആ ഒരു ബിൽഡിങ്സ്, ഈ വണ്ടികളൊക്കെ മാറ്റിയിട്ട് കുറച്ച് കുതിരകൾ കൊണ്ട് കയറ്റിയാൽ മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ അധികം നടക്കുന്നിടത്ത് ഈ കല്ല് പോലത്തെ നടപ്പാതെയാണ്. ഇപ്പോൾ നമ്മൾ കാറിൽ വരുമ്പോൾ നമുക്ക് ആ ഫീൽ മനസ്സിലാവും. നമുക്ക് ഓവർ സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. ടാറിങ് അല്ല, ഈ കല്ലാണ്. ഒരുവിധം എല്ലാ സ്ഥലത്തും കല്ല് തന്നെയാണ്. ടാറിങ് വളരെ കുറവാണെന്ന് എനിക്കിവിടെ ഞാൻ കണ്ടിടത്തോളം. ഇതൊക്കെ സൂനിയേഴ്സൊക്കെ വിൽക്കുന്ന ഷോപ്പുകളാണ്. ഇവിടെ നമുക്ക് സൂനിയേഴ്സ് കാണാം. ഏതായാലും സ്കോട്ട്ലൻഡിൽ വന്നിട്ട് സ്കോട്ട്ലൻഡിൻ്റെ ഒരു ഫ്ലാഗ് വാങ്ങിയിട്ട് അതിന് വീട്ടിൽ വെക്കണം കേട്ടോ. നമ്മുടെ വേൾഡ് മാപ്പിൻ്റെ മാഗ്നറ്റ്സിൻ്റെ മുകളിൽ ഒരു സ്കോട്ടിഷിൻ്റെ ഇതും കൂടെ കയറണം. ഒക്കെ സ്കോട്ട്ലാൻഡിൽ നിന്ന് സൂനിയേഴ്സാണ്, ഒരുപാടുണ്ട് ഇവിടെ കേട്ടോ. ആടുകൾ അതും ഇതൊക്കെ ആയിട്ട്. അപ്പം ഞാനേതെല്ലാം എടുത്ത ഇതാണ്. ഇവിടെ നിന്നാണ് ഒരു പീസ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പീസ് കണ്ടോ, ഇത് മാഗ്നറ്റ് ആണ്. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് സ്കോട്ട്ലാൻഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നോക്കിയിട്ട് വേറെ ഒന്നും കൂടെ നോക്കും. പോസ്റ്റ് കാർഡ്സ് ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടുത്തെ ഈ ഡ്രസ്സ് ഉണ്ടോ, ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ട്രഡീഷണൽ ഡ്രസ്സ്, ആ ഡ്രസ്സിൻ്റെ ഒരു കളേഴ്സിലൊരു തൊപ്പിയായിരുന്നു. തൊപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ബോക്സസ് ആണ്, സ്വീറ്റ് ബോക്സസ് ഉണ്ട്. വാവ്, അപ്പം നമുക്ക് ഇതൊന്നും എടുക്കാം. വേറെ ഒന്നും കൂടി നോക്കട്ടെ. സ്കോട്ട്ലാൻഡ് ഇത് ഓക്കെ, മെറ്റലാട്ടോ, കുറച്ച് ഹെവി സാധനമാണ്. പക്ഷെ എന്നാലും നമുക്ക് എടുക്കാൻ പറ്റുമോ, കുഴപ്പമില്ല. അടിപൊളി 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 അടിപൊളി. ആകെ മൊത്തം സന്തോഷം മയം മാത്രം. സന്തോഷിക്കൂ. ഓ, ഇതിങ്ങനെ കറക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഡബിൾ സന്തോഷം. ഇപ്പുറം കൂടുതൽ സാധനങ്ങൾ ഇപ്പുറം വരുന്നുണ്ട്. വാവ്. എടാ, നീ നേരത്തെ പറഞ്ഞിട്ടില്ലേ ഇവിടെ ദേശീയ മൃഗവും മറ്റേ യൂണിക്കോൺ സത്യത്തിനെല്ലാം വെറുതെ തള്ളിയതാ. പക്ഷെ ഇവിടെ യൂണിക്കോൺ ഒന്നും കാണുന്നില്ലോ. ഏത് പോയടാ ഭ്രാന്തായിരുന്നു. മിക്കവാറും നിന്നെ കാസർഗോഡ് തല്ലിക്കൊല്ലും. എന്ത് ബോളനാന്ന് പറഞ്ഞിട്ട്.
from the school to work. നിങ്ങൾ സ്കൂളിൽ പോയതിൻ്റെ കുറവാണ് നീ കാണുന്നത്. ഒന്നും കൂടി വേണം കേട്ടോ, സ്കോട്ട്ലൻഡിൻ്റെ ഒരു സാധനം കൂടി വേണം. മോനെ എൻ്റെ ഗിഫ്റ്റിലും നിൻ്റെ റൂമിൽ കവറിലുണ്ട്, പൊക്കരുത്, തിരിച്ചിടണേ. ബോസ് എനിക്ക് സമ്മാനമായി നൽകുന്നത്. മേലോടൊക്കെ ഇന്നോ. ഓക്കെ, ഞാനൊരു സാധനം വാങ്ങി. പിന്നെ ഞാൻ ഇവിടെ കണ്ട പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഈ ഷോപ്പിൻ്റെ പുറത്ത് സാധനങ്ങൾ കൂട്ടിയിട്ടുണ്ടോ, എല്ലാ സ്ഥലത്തും സാധനങ്ങൾ കൂട്ടിയിട്ടുണ്ട്. ഒരു സ്റ്റാഫ് മാത്രമേ ഉള്ളൂ, ക്യാഷിൽ ഒരാൾ. അവൾ പുറത്തെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. എനിക്ക് വേണമെങ്കിൽ കുറച്ച് മാഗ്നറ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് പോക്കറ്റിലൊക്കെ ഇട്ട് എനിക്ക് പോവാം, അല്ലേ? അങ്ങനെ നമുക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇക്കാര്യത്തിൽ. രണ്ടാമത്, വേൾഡിലെ തന്നെ ബെസ്റ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് സ്കോട്ട്ലൻഡിൽ. നമ്മൾ CID മൂസയിലെ ദിലീപ് ഒരു പോക്ക് വന്നില്ലേ, CID മൂസ ആ ഒരു വിമാനം എടുത്തിട്ട് സ്കോട്ട്ലൻഡിൽ ട്രെയിനിങ്ങിന് അന്നേ വന്നേ ആ ഒരു CID മൂസ വന്ന സ്ഥലമാണ് സ്കോട്ട്ലൻഡ് കേട്ടോ. അപ്പോൾ ഇവർ ശരിക്കും നമ്മൾ ഈ ഒരു സിറ്റിയിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വണ്ടി നമ്പർ കാര്യങ്ങളൊക്കെ വെച്ച് സ്കാൻ ചെയ്ത് നമ്മുടെ എന്താ പറയുക ജാതകം വരെ എടുത്ത് ഒരു സേവ് ആക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിവിടെ എന്തെങ്കിലും ടെസ്റ്റ് നടത്തി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ ഓഫ്കോഴ്സ് 100% വേൾഡിൽ ഏത് മൂലക്കാലും ഇവരൊന്നും തന്നെ പൊക്കും. ഈ ഒരു സ്കോട്ട്ലൻഡിൻ്റെ വേൾഡിൽ ഈ ഒരു സ്കോട്ട്ലൻഡിലുള്ളൊരു പ്രത്യേകത, ദ ബെസ്റ്റ് പോലീസ്. ഇടതുഭാഗത്തൊക്കെ നിറയെ സൂനിയർ ഷോപ്പുകളാണ്, ഇതിങ്ങനെ നിറഞ്ഞ് കിടക്കുന്നുണ്ട്. പിന്നെ കമ്പയർ ടു അതർ പ്ലേസ് ഇവിടെ സൂനിയേഴ്സിന് ഭയങ്കര എക്സ്പെൻസീവ്. ഇപ്പോൾ ഞാൻ വാങ്ങിയത് 3 പീസ് വാങ്ങിയത് പിന്നെ 10 പൗണ്ടിനാണ്. 10 പൗണ്ട് എന്ന് പറയുമ്പോൾ 1000 രൂപ. 1000 രൂപയ്ക്ക് 3 പീസിനും ഒരു പീസിനുള്ളത് 300-400 രൂപ ഉള്ളത്. ഇവിടെ ഒരാൾ മൂങ്ങാൻ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. പൈസ കൊടുത്ത് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റും. ഇങ്ങനെ തടവിയിട്ട് ഞാൻ ക്യാമ്പ്ടൻ്റെ വീഡിയോ പറഞ്ഞു, ഒരു രാജ്യത്തെ നാണയത്തിൻ്റെ വില അല്ലെങ്കിൽ ഒരു രാജ്യത്തെ എക്സ്പെൻസ് ആണെങ്കിൽ ആ രാജ്യത്ത് ഒരു സൂനിയർ വാങ്ങിയാൽ മതി. ഇതേപോലത്തെ മാഗ്നറ്റ്സുകൾ ഏറ്റവും ചീപ്പായിട്ട് മാഗ്നറ്റ് വാങ്ങിയത് കംബോഡിയ എന്നാണ്. അവിടെ $1 എനിക്ക് കിട്ടിയത് 2 ഉണ്ടാവും. ഇവിടെ ഞാൻ കൊടുത്തത് ഒരു പൗണ്ട് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു $4 $4 ഞാൻ ആ ഒരു മാഗ്നറ്റ് വാങ്ങിയത്. ഇറ്റ് മീൻസ് ഇത് ഭയങ്കര എക്സ്പെൻസ് കേട്ടോ. പിന്നെ ഈ ഒരു സ്ട്രീറ്റിൽ ഒരു പ്രത്യേകത, ഈ സ്ട്രീറ്റിലാണ് പണ്ട് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഇംഗ്ലീഷ് മൂവി ഷൂട്ട് ചെയ്തത്. ഇവിടെ ഒരു ഹ്യൂമേ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റാച്ചു കൊണ്ട് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ടാക്സികളാണ്. 2 ടാക്സിൻ്റെ ടൈപ്പ് ടാക്സി ഉണ്ട്, സാധാ ടാക്സി ഉണ്ട് ഇവിടെ. ബിൽഡിങ്സ് ഉണ്ടോ, റോഡ് നോക്കിയേ. ഇത് തോന്നുന്നു എന്തെങ്കിലും വ്യത്യാസമുണ്ട് നിങ്ങൾക്ക്. ഇപ്പോഴാണ് ശരിക്കും ആ ഒരു ഫീൽ നമുക്ക് വന്നത്, ഒരു ലണ്ടൻ അല്ലെങ്കിൽ UK എന്നുള്ള ഫീൽ വന്നത് കേട്ടോ. ഈ ബിൽഡിംഗ് ഒക്കെ നരച്ചിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ചുരണ്ടി വൃത്തി പെയിൻ്റ് അടിച്ച് നല്ല രസമുണ്ടാവും. ഇത് കംപ്ലീറ്റ് പിന്നെ ലിക്കർ ഷോപ്പാണ്. ചായ കുടിക്കുന്നവർക്കൊക്കെ, കട്ടൻ ചായ കുടിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഭയങ്കര ഇതുണ്ടാട്ടെ കാണാൻ. ഇത് ഏതെല്ലോ കമ്പനി ഉണ്ട്, സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഇതിൽ എന്തുള്ളതെന്നുള്ളത്. ഇവിടെ അത് വാങ്ങുമ്പോൾ അതിനൊപ്പം സ്പൂണും ഗ്ലാസ്സും എല്ലാം ഫ്രീ കിട്ടുന്നുണ്ട് കേട്ടോ. ആ ഒരു കുപ്പി വാങ്ങുമ്പോൾ അതിന് EG ക്ലാസിക് എന്നതിൻ്റെ പേര്, സ്പൂണും ഗ്ലാസ്സെല്ലാം കിട്ടുന്നുണ്ട്, ഫ്രീ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയ ചെറിയ കുപ്പിയിലൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഭരണി മരത്തിൻ്റെ ഭരണി, അത് മുറിച്ചിട്ട് പകുതിയാക്കിയിട്ട് അതിൽ ഡിസൈൻ ചെയ്ത് കുപ്പി വെച്ചിരിക്കും. തണുത്ത കാലാവസ്ഥയുള്ള രാജ്യങ്ങളിലൊക്കെ ഈ മദ്യപാനം എന്നുള്ളത് ഒരു സ്ഥിരം സംഭവം കേട്ടോ. ഇതൊരു ടൂറിസ്റ്റ് ഗ്രൂപ്പാണ്, പാക്കേജൊക്കെ ഇടുന്ന പോകുന്ന ആൾക്കാർ. മുമ്പിൽ കണ്ട് ഗൈഡ്, നമ്മുടെ ആരിസ് ഖാനെ പോലത്തെ ഗൈഡ് കൊണ്ടു പോകുന്നുണ്ട്. ഇവരൊക്കെ ആ ഫ്ലാഗും ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്കിനി ഈ ബസ് പോയി നോക്കാം കേട്ടോ. ഐ ലവ് സ്കോട്ട്ലാൻഡ് ഒരു ബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഗിഫ്റ്റ് ബോക്സിൻ്റെ ഒക്കെ ഷോപ്പുകളാണ്, കുഞ്ഞു ടീ ബോക്സ്, ഗിഫ്റ്റ് ബോക്സിനൊക്കെ. പക്ഷേ ഇത് ക്ലോസ് കേട്ടോ. ഇവിടുത്തെ റിലീജിയൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 52% ക്രിസ്ത്യൻസാണ്. ബാക്കിയുള്ള സ്കോട്ടിഷ് ക്രിസ്ത്യൻസ്, ഇവിടുത്തെ സ്കോട്ടിഷ് ക്രിസ്ത്യൻസ് വേറെ ഒരു 38% വരുന്നുണ്ട്. പിന്നെ അതുപോലെ ജൂയിസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ വിസ്കി ഷോപ്പുകളാണ് മുഴുവനും ഡിസ്പ്ലേ ആയിട്ടുള്ളത്. കണ്ടോ നിങ്ങൾ, നമ്മൾ നേരത്തെ കണ്ട കാസിൽ നമുക്ക് മുകളിൽ കാണുന്നത്, ഇതിൻ്റെ ഓപ്പോസിറ്റ് വശം ഇപ്പോൾ ഉള്ളത്. ഇവിടെ പുൽമൈതാനം കാര്യങ്ങളൊക്കെ ഉണ്ട് നേരെ മുകളിലൊക്കെ. ഇപ്പോൾ ശരിക്കും സൺലൈറ്റ് വരാൻ തുടങ്ങി. ഇത് BMW, യെസ് BMW സൺലൈറ്റ് കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ട് നല്ല വൃത്തിയുണ്ട് ഇപ്പോൾ.
നിങ്ങൾക്ക് ശരിക്കും ഒരു ഫീൽ ഇടുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാത്തത്? ഇപ്പോൾ കുറച്ച് ആൾക്കാർ കമൻറ്റ് പറയും എന്തുകൊണ്ടാണ് ബ്രോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ട് ഓടിച്ച് വിട്ടുവിടുന്നത്. പക്ഷേങ്കിൽ ഞാനിപ്പോൾ ഇതിലേക്കൂടെ നടക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ചകൾ, എനിക്ക് വരുന്ന മണവും അതുപോലെ ആ ഒരു കാലാവസ്ഥേനെ തണുപ്പ് വെച്ചുകൂടെ എന്തോ അത് ഈ രണ്ട് കാര്യങ്ങളല്ലാതെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് കിട്ടണം. എന്നാൽ മാത്രം നിങ്ങളും എൻ്റെ കൂടെ നടക്കുന്ന ആ ഒരു ഫീൽ വരും. ആ വണ്ടികൾ പോകുന്ന സൗണ്ട്, ഞാനിങ്ങനെ എൻ്റെ ചളവള വർത്താനം, അതുപോലെ പക്ഷികളുണ്ടെങ്കിൽ അതിൻ്റെ സൗണ്ട്, ആ ഒരു വെളിച്ചം, എന്നാൽ മാത്രമേ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഫീൽ വരും. ഇത് റോഡ് ക്രോസ് ചെയ്താണ്. റോഡ് കണ്ടോ നിങ്ങൾ? എല്ലാ റോഡിനും നടുവിൽ ഇങ്ങനെ ട്രാം പോകാനുള്ള വഴിയാനുണ്ടാവും. ശരിക്കും ഭയങ്കര ബിസി സ്ട്രീറ്റാണ് ഇപ്പം. അത്രയും ആൾക്കാരിവിടെ. ബിസി എന്ന് വെച്ചാൽ അയ്യോ ഭയങ്കര ബിസിയാണ്. ഇത് ഒരു ഷോപ്പിങ്ങിന് പറ്റിയൊരു ഏരിയയാണിത്. കാരണം നിങ്ങൾ ഒരു മനുഷ്യൻ മാസ്ക് ഇട്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കൊറോണ എന്നുള്ളൊരു ഫീലേ ഇല്ല കേട്ടോ നമുക്കിവിടെ. കുഞ്ഞു മോളൊക്കെ നല്ല ക്യൂട്ടല്ലാണ്. ആൾക്കാരിങ്ങനെ പതഞ്ഞ് നിറഞ്ഞു പോകുന്നുണ്ട്. കിങ്ഡം ഓഫ് സ്വീറ്റ്സ് എന്ന് പറഞ്ഞ ഷോപ്പാണിത്. സ്വീറ്റ്സിൻ്റെ ചോക്ലേറ്റിനൊക്കെ ആയിട്ട് ക്യാൻഡീസ് അങ്ങനെയാണ് പറയുക. ഇവിടെ സ്ട്രീറ്റ് ആർട്ടിസ്റ്റുകളുണ്ട്. ഇവിടെ ഗിറ്റാർ വായിക്കുന്നുണ്ട്, പാട്ടും പാടുന്നുണ്ട്. ആൾക്കാർ പൈസ കൊടുക്കുന്നുണ്ടോ അവർക്ക്? ഒരു കീപ്പ് ആൻഡ് കാം ആയിട്ടുള്ളൊരു സിറ്റി കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് എന്താ പറയുക ഹോംലെസ് ആൾക്കാരൊക്കെ ഉണ്ട്. വീടില്ലാത്ത ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഈ ഇടതുവശമൊക്കെ ഇരിക്കുന്നുണ്ടോ? ഇവരൊക്കെ ശരിക്കും വീടില്ലാണ്ടൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ്. ഇതൊക്കെ റെസ്റ്റോറൻറ്റ്സ് ആണ്. എൻ്റെ കൂടെ അവരില്ല, കാരണം ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഗ്രൂപ്പായിട്ട് പോകുന്നതിനേക്കാൾ കുറച്ചും കൂടി കംഫർട്ട് ഒറ്റയ്ക്ക് പോകാനുണ്ടോ സത്യം. കാരണം എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് നിങ്ങളോട് സംസാരിച്ച് പോകാൻ ഒരു മതി രസമാണ്. അപ്പം അഫ്കോഴ്സ് എൻ്റെ കൂടെ രാഷ്ട്രീയമൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നതിൽ എനിക്കറിയാം. പക്ഷേ എനിക്ക് ഒരു ഫീൽ വരുന്നില്ല. എന്താണെന്ന് അറിയില്ല. എനിക്കിത് ഇപ്പം ഞാൻ അവരവിടെ ക്യാഷിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ക്യാമറ നോക്കി ഇറങ്ങിയതാണ്. അപ്പോൾ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒറ്റയ്ക്ക് എന്നുള്ളത് ഇപ്പോഴാണ് ശരിക്കും എനിക്കൊരു ഫീൽ ഇട്ടത്. ഞാൻ എല്ലാവരോടും പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു കേട്ടോ, ഏതോ രാജ്യത്ത് ഏതോ കാലാവസ്ഥയിൽ ഏതോ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ എങ്ങനെ ചുറ്റും അറിയുന്ന ഒരാളുണ്ടാകാൻ പാടില്ല. ഇങ്ങനെ ഒറ്റയ്ക്കിനിരിക്കണം, എന്നിട്ട് ഇങ്ങനെ കാഴ്ചകൾ കാണണം. ഇതാണ് ഫീൽ. ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്. ഇപ്പം കണ്ടോ നിങ്ങൾ, ഞാൻ ലൈവായിട്ട് നിങ്ങൾ കാണിച്ചിരുന്നത് എന്താണ് എൻ്റെ അവസ്ഥ. ഞാനിവിടെ ഈ ഒരു സ്ട്രീറ്റിൽ ഈ ഒരു ബെഞ്ചിനോട് ഇങ്ങനെ ഇരിക്കുന്നത്, ഒരു ഷോപ്പിന് മുമ്പ് ഞാനിങ്ങനെ കാഴ്ച ഒരു 15 സെക്കൻഡ് ഞാൻ ഹോൾഡ് ചെയ്തിട്ടും ഞാൻ കാണുന്ന കാഴ്ച ഒന്നുമില്ല. എൻ്റെ കണ്ണ് തിരിയുന്ന അനുസരിച്ച് ഞാൻ ക്യാമറ തിരിച്ചില്ല കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളി ലൈഫല്ലേ? ഇതാണ് ലൈഫ്. ഇനി അതിൽ തിരിച്ചിട്ട് അവരുടെ അടുത്തേക്ക് തന്നെ പോവാം കേട്ടോ. ഞാൻ കാണിച്ചിടാം. ഓപ്പോസിറ്റ് കാണുന്നുണ്ട് മുകളിൽ, അതാണ് കാസ്റ്റിൽ. അങ്ങ് മുകളിൽ കാണുന്നത്. ഇതൊക്കെ റെസ്റ്റോറൻറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് 1.4 കിലോമീറ്ററാണ് ഇവിടെ നടക്കാനുള്ളത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും കാണാം എത്രത്തോളം ഹൈറ്റിലാണ് ആ ഒരു കാസ്റ്റിലുള്ളത്. നമ്മൾ അപ്പുറത്തേക്കൂടെ പോകുമ്പോഴാണ് നമുക്കൊരു ഫീല് മനസ്സിലായത്. കേട്ടോ എത്ര ഹൈറ്റാണ് നോക്കിയാൽ ഈ ഒരു കാസ്റ്റിൽ. ഓ ഓക്കെ, ഈ പാർക്കിനുള്ളിൽ കൂടെ നമുക്ക് പോകേണ്ടത്. പ്ലീസ് നോട്ട് ദാറ്റ് ദ ഗാർഡൻ വിൽ ക്ലോസ് ടുനൈറ്റ് അറ്റ് 9:15 PM. കാസ്റ്റിലുണ്ടോ അങ്ങ് ഹൈറ്റിൽ? അപ്പോൾ നമ്മൾ കാസ്റ്റിലിൻ്റെ പുറകിലുള്ള ഗാർഡനിലേക്കൂടെയാണ് പോകുന്നത്. മാപ്പ് കാണുന്ന വഴി ഇത് അപ്പുറത്തേക്കൂടെ റോഡ് മുന്നിലേക്കൂടെ പറയാം. നമുക്ക് ഏതെങ്കിലും പുല്ലിലേക്കൂടെ പോകാം. അവിടെ വെയിൽ വേണ്ടവർക്ക് വെയിലുണ്ട്, മഴ വേണ്ടവർക്ക് മഴയുണ്ട്, അതുപോലെ പുല്ല് വേണ്ടവർക്ക് പുല്ലുണ്ട്. എനിക്കിപ്പോൾ വേണ്ടത് കുറച്ച് വെള്ളം ദാഹിക്കാൻ തുടങ്ങി. കൈമിലാണെങ്കിൽ 5 പൈസ ഇല്ല. എൻ്റെ ബാഗിലുള്ളത് എൻ്റെ പിന്നെ എൻ്റെ പേഴ്സിലുള്ളത് എൻ്റെ ബാഗിലാണ്. വാവും അടിപൊളി കാഴ്ച കേട്ടോ. ഞാൻ വഴി തെറ്റിയതിൽ നന്നായി. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടേഷൻ ഉണ്ട്. അത് നീല കളറിൽ നീലയും വീട് നല്ല പേർഷ്യൻ സംസ്കാരത്തിന് ആ ഒരു കളർ പാറ്റേൺ ആണ് കൊണ്ടിട്ടുള്ളത്. ബ്ലൂ
ലൈറ്റ് ബ്ലൂ അതുപോലെ ബ്ലാക്ക് പിന്നെ ഗോൾഡനൊക്കെ മിക്സ് ചെയ്ത് വെള്ളമൊന്നും വലിയ വൃത്തിയും കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ചുറ്റും ആൾക്കാരുണ്ട്. ഈ ഗാർഡനിലേക്ക് ആൾക്കാർ നടന്ന് കളിക്കുന്നുണ്ട്. അതിനപ്പുറം ഒരു ചർച്ചുണ്ട്. പിന്നെ അവിടെ കുറച്ച് ഫുഡ് സ്റ്റാളുകളാണ്. ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ പറ്റും. ഭയങ്കര റിലാക്സിങ് പോയിൻ്റ് ആണ് ഇതൊക്കെ. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. വാവ്, ഈ ഫ്ലവേഴ്സിൻ്റെ കളേഴ്സ് ഉണ്ട് ഇവിടെ, വൈറ്റ് ബ്ലൂ ഒക്കെ ആയിട്ട്. എന്താ രസം നോക്കിയാൽ നിങ്ങൾ ഈ ഫ്ലവേഴ്സിൻ്റെ കളേഴ്സ് നോക്കിയാൽ. നമ്മുടെ നാട്ടിലത്തെ കടലാസ് പൂവില്ലേ, ആ കടലാസ് പൂവിൻ്റെ ആ ഒരു കട്ടില്ല നോക്കിയേ അല്ലേ. ആ കടലാസ് പൂവിൻ്റെ ആ ഒരു കളർ പാറ്റേൺ ഉണ്ട് കാണുമ്പോൾ, യെല്ലോ ഒക്കെ കാണുമ്പോൾ. വാവ്, സൂപ്പർ. ഇവിടെ കുറച്ച് കുട്ടികളുണ്ട്, കളിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാൻ ബഹ്റൈനിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. കാരണം നടക്കുമ്പോൾ കിടക്കുന്നു, അതുപോലെ സ്വിം ചെയ്യുമ്പോൾ ഒക്കെ ശ്വാസം മുട്ടലൊക്കെ വരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇത് മാറി കേട്ടോ. ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം നോർമലാണ്, കാര്യങ്ങളൊക്കെ നോർമലായിട്ട് പോകുന്നുണ്ട്. എന്നാലും ഇപ്പം ഞാൻ ഇപ്പോൾ നടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. ഈ കാണുന്നത് സെമിത്തേരിയാണ്. ഇതിന് നേരെ മുകളിൽ കാണുന്നതാണ് കോട്ട. അപ്പോൾ കോട്ടേൻ്റെ പുറകിലാണ് സെമിത്തേരി വരുന്നത്. ഇതിന് ഡേറ്റ് കാണുമ്പോൾ വളരെ പഴയതാട്ടോ. പണ്ട് ഏതോ ഒരു കാലഘട്ടത്തിലൊക്കെ അടക്കം ചെയ്ത പോലെ ഉണ്ട്. അതിലും കറക്റ്റായിട്ട് അവർ എത്ര വയസ്സോടെ ജീവിച്ചിരുന്നു, 7 വർഷം അടക്കം ചെയ്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സെമിത്തേരി. ഇത് പിന്നെ ഈ വലസൈഡ് കാണുന്നൊരു പള്ളിയാണ്. എൻ്റെ ഗൂഗിൾ മാപ്പ് എന്തായി, വെള്ളത്തിലായാ? ഇല്ല, ഗൂഗിൾ മാപ്പ് ഇവിടുന്ന് വലത്തോട്ട് പോയിട്ട് പോകാൻ പറയുന്നുണ്ട്. ഞാനൊരു അന്നത്തെ ആ ഒരു വീഡിയോ പറഞ്ഞിരുന്നു, സെമിത്തേരി ആണെങ്കിലും നമുക്ക് ഒരു എന്താ പറയുക, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. ഈ ഒരു 4 നില ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇവിടെ വരുന്ന കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ളതാണ്. ഈ ഒരു ഇവിടെ കൊടുത്തിട്ടുണ്ട് കാഷ്വൽ ടെറസ് കാർ പാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കാഷ്വൽ കാണാൻ വരുന്ന ടൂറിസ്റ്റുകൾക്ക് മറ്റുള്ളവർക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആയിട്ട്. പക്ഷേ ഇത് കണ്ടിടത്തോളം കാലിയാണ്, അത്ര വലിയ ആൾക്കാരൊന്നും ഇതിലില്ല, കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ മാപ്പ് പറയുന്നത് ഇവിടുന്ന് പോയിട്ട് അവിടുന്ന് ഇടത്തോട്ടൊക്കെയാണ് പോകുന്നതെന്നാണ് മാപ്പ് പറയുന്നത്. പിന്നെ മാപ്പ് ഇല്ലെങ്കിലും എനിക്ക് ഏകദേശം ഐഡിയ ഉണ്ടോ ഞാൻ എവിടെ ഇല്ലെന്ന്. കാരണം എൻ്റെ ഒരു എന്താ പറയുക, ഈ അടുത്ത സൈഡാണ് ഈ ഒരു ക്യാഷില്ല. ഈ ക്യാഷിൽ നോക്കിയിട്ട് ഞാനിങ്ങനെ പോകുന്നത്. അപ്പോൾ ക്യാഷിൻ്റെ ആ സൈഡാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തത്. അപ്പോൾ അത് നോക്കിയിട്ടാണ് പോകുന്നത്. നോക്കാം നമുക്ക്. ഫൈനലി നടന്ന് പണ്ടായിറങ്ങിയിട്ട് നമ്മളങ്ങനെ നമ്മുടെ സ്ഥലത്തെത്തി. അതെ, കാശിനെ എനിക്കവിടെ കാണാൻ പറ്റും, കാറ് എനിക്കവിടെ കാണാൻ പറ്റും. വാവ് ഗൈസ്, എത്തിയില്ലേ? ഇനി നമ്മളതിൽ ഇവിടുന്ന് പോകുന്നതാണ്. അതിനു മുമ്പ് എങ്ങനെയൊക്കെ കിട്ടിയ വീഡിയോ എന്ത് കിട്ടിയൊക്കെ ഒരു 1.5 ബ്രിട്ടീഷ് കല്യാണം എന്ന് വെച്ചാല് വൈഫ് അല്ല ബ്രൈഡും ഗ്രൂമും ഉള്ള ഒരു കല്യാണം. എന്നിട്ട് കിട്ടിയ ഒന്നല്ല, ഒരു 4 ബ്രൈഡ്. ഓക്കെ, പക്ഷെ അവരെല്ലാം മുന്നേ കല്യാണം കഴിഞ്ഞത്. പക്ഷെ ഓരോടക്കും ഒരു ബ്രൈഡും ഒരു ഗ്രൂമും ഉണ്ട്. വണ്ടർഫുൾ ഫുട്ടേജ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് യൂട്യൂബ് ഫുട്ടേജ് ഇൻ ദ വേൾഡ് എന്നായിരിക്കും. തള്ളണ്ട വിടി. അപ്പോൾ നമുക്ക് ആ ഫുട്ടേജ് കാണാം, ഫുട്ടേജ് കണ്ടിട്ട് വരാം. ഓക്കെ, Hello guys, going ready. Wedding, yeah? Yeah. Oh la la, look at them. Dejamos dos para que luego fotos aquí. I'm really sorry. Yeah, it's okay. What's wrong? Poner confetis. There's no stairs, no. They say no. We can do on the door. No, he said the stores. On the He said he garden. doesn't want the stairs blocked. Is what he said. Este a la boda. I think we should make a chain like this in there, and then we should walk through. And we should... Mira, me cago en Dios, os voy a tirar una caja. Yeah? Yeah. Guys, all the boys should go on this side and all the girls here, and then they're gonna walk and go through the confetti. Oh, the yeah? fella here. Do you guys have confetti? We need The steps anymore. we need a photographer. Give me one of the. I think give me one of the blocks. You want some? Oh, yeah, is he going to do it for us? ¿Tenéis vosotros? Yeah. Wait a second. Ready? Should we sing a Spanish song? It's la bonita. Three. Go! Para comer, que esta es la cena. Taste that. It's going to remind you of mass. They're so good. If you throw an airdrop, I'll pick it up. Oh, yeah. Let me. ഇതിനിടയിൽ മല്ലു ട്രാവലർ എന്നുള്ള യൂട്യൂബ് ചാനൽ എൻ്റെതാണെന്നും പറഞ്ഞിട്ട്
പിന്നെ ഈ കാണുന്ന ഇംഗ്ലീഷുകാരുടെ മുമ്പിൽ മൊത്തം ഓൻ്റെ വീഡിയോസിനെ കാണിച്ച് തള്ളി മറിക്കുന്ന റാശിനെ നിങ്ങൾ ഈ കാണുന്നത്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? റാശി പറഞ്ഞ അതിൽ കിടനായിട്ടില്ല. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്തതിന്. 3-3.5 കിലോമീറ്റർ ആയിട്ട് നടന്നു കേട്ടോ. പക്ഷേ സ്റ്റിൽ കേട്ടോ ഭയങ്കര പോസിറ്റീവ് എനർജി നിൽക്കുന്നതിനാണ്. സോ ഹാപ്പി. ഇനി നാളെ മുതൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ സ്കോട്ട്ലൻഡിലെ മറ്റ് ഭാഗങ്ങളുടെ കാഴ്ചകളാണ്. ആരും സ്കിപ്പ് ചെയ്യരുത്. ദയവായി എല്ലാവരും മുഴുവനായിട്ട് കാണണം കേട്ടോ. എൻ്റെ മെയിൻ ബിസിനസ് ഭാഗങ്ങളെല്ലാം നാളെ കാണിച്ചിരുന്നതായിരിക്കും ഗൈസ്. അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ